ദേ കിട്ടി. എവിടെ ആയിരുന്നു നമ്മൾ ലൂപ്പി പെട്ട് അതിൽ കയറാം കേറിയാ നമുക്ക് കയറാം. ഓ ഫൈനലി നമ്മൾ വന്ന് കഴിച്ചു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന് ഒരു മിനിറ്റ് നമ്മൾ നിങ്ങൾ നോക്കി കുറെ നടന്ന് ഇവ ഒറ്റയ്ക്കായിരുന്നു. ഇവ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു. ആ സൂപ്പർ. ആനുവേട്ട നമ്മളിവിടെ ഫുഡ് കഴിച്ചില്ലേ? അതൊന്നും കണ്ടില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിന്റെ വലിയ സ്ഥലമുണ്ട് നമുക്ക് മറ്റേ പാർക്കിൽ. അത് കയറാം. ഇൻവെസ്റ്റ്മെന്റ് പാർക്കാ. ഇവൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടല്ലേ? നമ്മൾ മറ്റേ ഫുഡ് കഴിച്ചില്ലേ? അതിന്റെ ലൂപ്പി പെട്ടുപോയി. അതിന് താഴെ പോയി ഫ്രണ്ടിൽ പോയി അങ്ങോട്ട് ലാസ്റ്റ് എവിടെ നമ്മൾ 5D കണ്ടില്ലേ? അവിടെ എത്തി. അവിടെ നിന്ന് വീണ്ടും ലിഫ്റ്റ് കയറിയപ്പോഴത്തേക്ക് L1 പോണ്ടായിരുന്നു. ഇവൻ സഹായിക്ക് വരും മേലേക്ക് താഴേക്ക് വരും. എൻ്റെ അടുത്ത് 10 പേരുണ്ടായിരുന്നു. ഓടി. അപ്പൊ നിങ്ങൾ പാർക്കിൽ കയറിയില്ല? അവിടെ മറ്റേ ഇതിന് റോളർ കോസ്റ്ററും നമ്മൾ അവിടെ ജസ്റ്റ് കയറി കറങ്ങി. നിങ്ങളെ കാണാൻ വേണ്ടി ജസ്റ്റ് കയറി ഇറങ്ങിയേ ഉള്ളൂ. കയറില്ല, ഒരു റൈഡിങ് കയറിയില്ല. എന്റെ നമ്മൾ കറങ്ങി നിന്ന് വേറെ ഒന്നും ചെയ്തില്ല. അത് ഞാൻ ഇന്നത് പറഞ്ഞു. എന്നാലും ബിയർ അടിക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് പോവാന്ന്. ഇവിടെ കണ്ടാൽ മതി. അതടിച്ച് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് മോളി വന്ന് ഇവിടെ പരിപാടി കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വന്നു. പിന്നെ അതിന്റെ പറക്കൽ കണ്ടപ്പോ ഇവിടേക്ക് വന്നു. അതിന്റെ പറക്കലുണ്ട്. എനിക്ക് കയറണം. അത് കയറിയില്ല. അതിന് കയറാമാ. ബിയർ അടിച്ചിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അതിനൊന്നും കുഴപ്പമില്ലല്ലോ. ആ ഇത് തെറ്റല്ലേ? ബിയർ അടിച്ച് കയറുന്നു. അപ്പോൾ അവന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കയറാൻ. നമുക്ക് കയറാം. അല്ല ഇത് കയറി. എന്റെ മഹാദേവാ, നിന്നെ എത്ര നേരമായിടാ കണ്ടിട്ട്. ആളൊറ്റയ്ക്ക് പോയി. ഇത് സ്പീഡല്ല കേട്ടോ, ഇത് സ്പീഡില്ല. ഇതിൽ ക്യാമറ അവിടെ ഇല്ലായിരുന്നു. സോ നമ്മൾ ക്യാമറ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നല്ലൊരു ഇതായിരുന്നു. അവിടെ വാട നമുക്ക് അത് കയറാം. സോ വാ ഓടി. സോ ഗൈസ് നമ്മൾ ഇതിൽ കയറാൻ പോവുകയാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഹായ്. Xin chào everyone. Are you ready to play game here? Okay, are you ready? Once again. Are you ready? Let's go. അത് കൊടുത്താൽ പോലെ. An toàn của quý khách, xin vui lòng ngồi yên tại chỗ và luôn nắm chặt ranh an toàn và chúc quý khách có những trải nghiệm vui vẻ. Please remain seated with both hands on the safety bar at all times. Enjoy your ride. റെക്കോർഡാ. പിടിച്ചാൽ മതി. ബാഗ്. വെള്ളം നായികൻ കീറി വിളിച്ചത്. ഇതേ സെയിം സാധനം മറ്റേ ഇതിലുണ്ട്, പാർക്കിലുണ്ട് അടിയിൽ. അത് അടിയിൽ കുറേ അഡ്വഞ്ചറുണ്ട്. ഇത് ആക്ടിവിറ്റീസ്. ആ പുള്ളി കയറിയതാ. വ്ലോഗ് എടുക്കുന്നുണ്ട്. കയറിയില്ലേ? മുന്നേ കയറിയെന്നാ പറഞ്ഞു.
ഇത് സെറ്റാണ്. ഇല്ല ഞാൻ സൈഡ് ഒറ്റയ്ക്കാ എന്നാ ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാം. എടാ ഞാൻ ഒറ്റയ്ക്ക് സിംഗിൾ ഇരിക്കാം. ലൈനായിട്ട് ഇരിക്കാം. എന്നാലേ വീഡിയോയിൽ വരുള്ളൂ. സിംഗിൾ ഇരിക്കാം. സിംഗിൾ ഓ Saya boleh duduk dekat main. ഞാനിതില് ഇല്ല ഇത് കയറാം. അല്ല ഇത് കയറാം മണ്ടാ. ഏയ് സീനില്ല. ഞാൻ നിന്നെ പിടിക്കാം. എനിക്ക് പേടിയാടാ. ഒറ്റയ്ക്ക് കയറാ ഒറ്റയ്ക്ക്. അവന്മാർക്ക് പേടി സുരാജ് വി ക്യാൻ പവർ ടീം. ഇവിടെ തണുക്കണ്ടാ. അവിടെ ജാക്കറ്റ് ഇട്ടില്ല. വണ്ടി കയറാൻ പറഞ്ഞില്ലേ ഒരുമിച്ചാണ്. അല്ല ഇങ്ങനെ പിടിച്ച് കിടക്കാം. ചുമ്മാ പറഞ്ഞ എടാ നീ ആ കണ്ണാടി ഊരി പോയി. പേടി കൂടും കണ്ണാടി. Ready to play game here? Yes. Okay, are you ready? Yes. Thank you. Let's go. Wow. Vì sự an toàn của quý khách, xin vui lòng ngồi yên tại chỗ và luôn nắm chặt thanh an toàn. Yeah. Please remain seated with both Yes. hands on the safety bar at all times. Enjoy your ride. Peace. Bye guys. ഞാൻ ഇത് കൊച്ചിയിൽ കയറിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കയറുന്നത്. അറ്റത്തിരിക്കണം. സൂപ്പർ സൂപ്പർ. Xin cảm ơn và chúc quý khách có một trải nghiệm thật vui vẻ tại Tương Quang và Người Yêu. ഫോട്ടോ ഒന്നുകൂടി ഇരിക്കാം. കൊള്ളാല്ലേ? ഒന്നുകൂടി ഇരിക്കാം. അവിടെ ഇവിടെ ഇരിക്കുന്നതായിരുന്നു. ഇവിടെ അവിടെ കുറച്ചുകൂടെ ഹൈറ്റ് പോകും. അവിടെ നല്ല ഹൈറ്റ് പോകും. നമ്മൾ അതിൻ്റെയൊക്കെ മണ്ടയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് വരാം. ഇവിടെ നിന്ന് ചാടിയാൽ മതിയാ. So guys,
ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ കാണിച്ചിട്ടായിരുന്നു, ആ മുകളിലത്തെ ഒരു വ്യൂ. മഞ്ഞും കൂടെ വന്നപ്പോൾ പൊളിയല്ലേ? ഓ, മഞ്ഞൂടെ വന്നപ്പോഴത്തേക്ക് വിഷയം. നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ സൈഡിലാണ് ഇരുന്നത്. സൈഡിൽ ഇരുന്നപ്പോഴത്തേക്ക് നല്ലത് ഇതിൻ്റെയൊക്കെ മണ്ടേ കൂടെയാണ് പോയത്. സീൻ അടിപൊളിയായിരുന്നു ഗൈസ്. ഗൈസ്, ആ സ്റ്റാച്യു ഡ്രാഗൻ്റെ ഡബിൾ മീനിങ് സംതിങ് ലൈക്ക് ദാറ്റ്. വഴി തെറ്റി ഇപ്പം നമ്മൾ ഇവിടുത്തെ കാണാത്ത സ്ഥലങ്ങളില്ല, എൻട്രി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോയി കണ്ടിട്ട് വന്നു. അത് സീനായിരുന്നു. പുക പോന്നു, നല്ല തണുപ്പുണ്ട്, പക്ഷേ തണുക്കുന്നില്ല എനിക്ക്. ഇതൊക്കെ നല്ല പഴക്കമുണ്ട് കഴിഞ്ഞു. ഈ ബിൽഡിങ്ങിനൊക്കെ നല്ല പഴക്കമുണ്ട്. 1800 സംതിങ്ങിൽ ഉണ്ടാക്കിയ ബിൽഡിങ്സൊക്കെയാണിത്. ആ ഒരു ടൈം 90s 80s 70s ഉണ്ടാക്കിയ ബിൽഡിങ്സൊക്കെയാണ് ഇത്. ആ ടൈം ഇവിടെ ഇങ്ങനെ ആയിരുന്നു. സോ ഐ തിങ്ക് ഇവിടെ ആൾക്കാർ താമസിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ട് മാറ്റിയതെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഓരോരോ ഇതിനൊക്കെ ബാറ് പിന്നെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആക്കി മാറ്റിയത്. അങ്ങോട്ട് പോയായിരുന്നാ? ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. ഈ ഹൈക്കിങ് ചെയ്യാൻ പറ്റുമോ? ഹൈക്കിങ് ഇത് കൊള്ളാലോ പരിപാടി, മല കയറണം. അയ്യോ, അത് ചെയ്യാം. മല കയറിയതാ, മല കയറുന്നത്. മല കയറാം. എടാ, മല കയറാം. മല കയറാം. വാ, ഉണ്ട് ഇവിടെ ഇങ്ങോട്ട്. ഞാൻ കണ്ട് ഇതേ കൊച്ചി പയ്യൻ ഗൈസ്, നോക്ക് അവിടെ ഒരു കൊച്ചി പയ്യനാണ് ആ മല കയറുന്നത്. എടാ, ഇവിടെയൊക്കെ നമ്മൾ വന്ന് എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ്. ഇൻഡോർ ഇത്ര ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലത്ത് കാണില്ല. എൻ്റെ ഒരു അറിവിൽ ഒരു സ്ഥലത്തും ഇല്ല ഇത്ര ആക്ടിവിറ്റീസ്. അത് ഇത്ര നല്ല ആക്ടിവിറ്റീസ്. സീനാണ് കേട്ടോ. ഇത് വേറെ ലെവൽ. ബിക്കോസ് ഔട്ട്ഡോർ ഈസ് ഓക്കെ, നമുക്ക് കുറേ ആക്ടിവിറ്റീസ് വയ്ക്കാം. ബട്ട് ഇൻഡോർ അതെ 5D ഇത് കയറാം. ഞാൻ പറഞ്ഞ 5D കയറാം. ഇവിടുന്ന് കയറി മുകളിൽ വരെ പോയാൽ നമുക്ക് അത് കിട്ടുമല്ലേ, നമുക്ക് ആ സാധനം കിട്ടുമല്ലേ ഇപ്പം? അത് കിട്ടും. ഞാൻ ചോദിക്കട്ടെ അല്ല, ഇത് കയറിയാലോ? 40 സെക്കൻഡ് അത് ഞാൻ കയറും. ഒരു 40 സെക്കൻഡ് 40 സെക്കൻഡ് ഒന്നും അല്ല, അത് നല്ല ടൈമാണ്. 40 സെക്കൻഡ്. പക്ഷെ ഇതോ അവരുടെ ടൈം നോക്ക്. അത് 40 മിനിറ്റാണ് എഴുതിയിട്ടുള്ളത്. അത് വെയിറ്റിംഗ് ടൈമാണ്. സോ ഗൈസ് ഞാൻ ഈ ഒരു അഡ്വഞ്ചറിലേക്ക് കയറാൻ പോവുകയാണ്. എൻ്റെ 40 സെക്കൻഡ്സിൽ കയറി കഴിഞ്ഞാൽ ആ അവിടെ ബൊമ്മയുണ്ട്. ആ ബൊമ്മ നമുക്ക് എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അത് അയച്ച് എടുക്കണം, അങ്ങനെ എന്തോ ആണ് പരിപാടി. ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറയാം. സോ ഞാൻ കയറാൻ പോവാം. എനിക്ക് ഈ അഡ്വഞ്ചർ ചെയ്യണത് എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിലിപ്പോൾ കയറാൻ പോകുന്നത്. 20 Mình phải thái mà một khu là ghê đâu. Hai đứa con leo vẽ điếc gì kìa. Ôi, dạ hàng gì? Yes.
Đúng rồi, ok, cho let's cheer. Yeah, here. Yes, let's go. താങ്ക് യു. സോ ഗൈസ് ഞാൻ ഇതിൽ കയറി എനിക്ക് ഒരു സമ്മാനം കിട്ടിയത് ഗിഫ്റ്റ് ഫോർസ് കംപ്ലീറ്റഡ് 47 seconds. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പാവ കിട്ടി. സോ ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് 360 ഇത് എന്താണ് എഴുതിയത് എനിക്ക് അറിഞ്ഞൂടാ അവിടെയാണ്. സോ ഇനിയിപ്പം കാണാൻ പോകുന്നത് ഇതിൻ്റെ ഷോ ആണ്. കൗണ്ട് ഓൺ ടു നെക്സ്റ്റ് ഷോ 1 minute 33 seconds. സോ ഇത്ര നേരം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയോ ഫീൽഡ്, ഒരു ആക്വ വേൾഡ് റൂമോ പ്രേതോ മീനോ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ളത്. അയ്യോ അത് സീനില്ല, ഞാൻ ചോദിച്ചായിരുന്നു. അതെന്താണ് അതെന്താ ആണെങ്കിൽ തലക്കൊണ്ടാ മാധവനെ കണ്ണി കുത്തി. സാധിക്ക പിന്നിക്ക് വെക്കേ, പിന്നിക്ക് വെക്ക്. എൽഡോറാഡോ. ആരും പേടിച്ചില്ലല്ലോ ഗൈസ്. ഇത് അത്ര പോരാ കേട്ടാ, ഇവിടെ വരണ്ട, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇത്. സോ ഗൈസ് അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വട്ടം നന്നായിട്ട് പേടിച്ചു. ബിക്കോസ് ഞാൻ ബാക്ക് തിരിഞ്ഞപ്പോഴത്തേക്ക് ഒരു തല എൻ്റെ ഫ്രണ്ടിൽ, തല മാത്രം. എൻ്റെ പൊന്നോ 3D ഒക്കെ സീനാണ് കേട്ടോ. ഇത് 3D ആയ 360 ആണ് പേരുന്നത്. അപ്പോൾ ഒരു 3D പോലെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോണത് 5D ആണ്. അവിടെ ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. സോ ഗൈസ് നമ്മളിപ്പം കയറാൻ പോകാൻ പോണേ വി ആർ എക്സ്പ്ലോറിങ് ദ ആൽപിൻ കോസ്റ്റർ. അതിലോട്ടാണ് പോകാൻ പോണത്. ഇതൊരു റോളർ കോസ്റ്റർ പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്താൽ ഒറ്റയ്ക്കായിരിക്കും, ഒരാൾ ഒറ്റയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് സ്പീഡും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്പീഡും ബ്രേക്കും അതിലുണ്ട്. സോ വി ക്യാൻ കൺട്രോൾ എവറിത്തിങ്. ആൻഡ് നമുക്ക് സ്വന്തമായിട്ട് ആ വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റില്ലേ, ആ വീഡിയോയിൽ കാണുന്ന കണക്ക്.
സോ ഇവിടെ ചാർജ് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. സോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് പോകാനാണ് പ്ലാൻ. ഇതാണ് എൻ്റെ കൂടെ വന്ന ആൾക്കാർ. സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ നല്ല എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്ര പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് കാണാം കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്തു ഓൾറെഡി. അപ്പം ഇനി ഇതുകൂടിയുണ്ട്. ഇനി ടൈം വലിയൊരില്ല, 5:30 നമ്മൾ ഇവിടുന്ന് പോകണം. സോ ഇപ്പോൾ 4:30 ആയി, ഇനി കറക്റ്റ് 1 മണിക്കൂറുണ്ട്. സോ ഇത് കയറി കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ വേറെ ആക്ടിവിറ്റീസും കൂടി നമ്മൾ ചെയ്യാനായിരിക്കും. സോ എന്തായാലും അടിപൊളിയാണ്. സത്യം പറയല്ലോ, ഞാൻ ഇത്ര ആക്ടിവിറ്റീസ്, ഇത്ര അഡ്വെഞ്ചേഴ്സ് കാര്യങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല സത്യമായി. ഇത് കുറേ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടതിൽ പകുതി കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇനിയുണ്ട്. സോ ഒരു ദിവസം സത്യം പറഞ്ഞാൽ പോരാ. നിങ്ങൾ വരണമെങ്കിൽ മാക്സിമം 2 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് നമ്മളിപ്പം കേബിൾ കാർ എടുത്തിട്ട് ഒരു സ്ഥലത്ത് വന്നു. ആ ഒരു സ്ഥലം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് എത്രയോ 3-4 കേബിൾസ് ആയിട്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും. സോ അതൊന്നും പോകാൻ ടൈമില്ല. അപ്പോൾ നിങ്ങൾ വരണമെങ്കിൽ നേരത്തെ വരാം. എന്നിട്ട് 2-3 ദിവസം സ്പെൻഡ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഡേ നമ്മൾ എത്തി. ഇനി ഇവിടെ ടിക്കറ്റ് കാണിക്കാതെ ടിക്കറ്റ് എടുത്തു. 70 രൂപയായിരുന്നു, മതലബ് 70K. ഹായ്, ഓക്കെ. നോക്ക് സീൻ കേട്ടോ. വന്നപ്പോൾ തന്നെ ഒരു റെഡ് ലൈറ്റിൻ്റെ മയം. നമുക്ക് പയ്യെ എക്സ്പ്ലോർ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മുഖമൊക്കെ റെഡ് അടിച്ചിങ്ങനെ ഇരിക്കുക ഗൈസ്. നോക്ക് സ്ഥലം നോക്ക് ഗൈസ്. ഇതിലേക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വണ്ടി ഓടിക്കാം. ഒറ്റയ്ക്ക് ഓടിക്കാമെന്ന് എല്ലാവരും ഒറ്റ അത് സ്റ്റോപ്പ്, അത് ആക്സിലേറ്റർ. ഇത് പിടിക്കാണ് ഫ്രണ്ടിൽ. നീ കയറി ഞാൻ ഫസ്റ്റ് കയറാണ്. ഗൈസ് നമ്മൾ ഞാൻ കയറാൻ പോവുകയാണ്. അയ്യോ, ജാക്കറ്റ് എവിടെ പോയി? സോ ഗൈസ്, നൈസ് റൈഡ്. എല്ലാവരും ഉണ്ട് എൻ്റെ ബാക്കിൽ. കൊള്ളാം കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാം, ബ്രേക്ക് പിടിക്കാം. കൊള്ളാം. ഇത് ഫുള്ളും ചുറ്റണം നമ്മളിപ്പം. സോ ഗൈസ്, കൊള്ളാം കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകണം. ഇനി എൻ്റെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവർ പിടിച്ച് തൂക്കും. സോ ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല. ബൈ. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇത് കണ്ടിറങ്ങി. നല്ല കുഴപ്പമില്ല കേട്ടോ. അടിപൊളി. ഓട് വാളേ വാ. ഇത് കഴിയുമ്പോഴേ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ഫ്രണ്ടിൽ കയറി എപ്പോഴും ഞാനില്ലേ പോയി പകുതി വെയിറ്റ് ചെയ്ത് നിൽക്കാം. എവിടെ സാധിക്കാം, എവിടെ ക്യാമറ പറ്റില്ല. ക്യാമറ ഓഫ് ആക്കുമ്പോൾ അവർ പറഞ്ഞു ക്യാമറ അലൗഡ് അല്ല. സോ ഗൈസ്, നമ്മൾ 5D സ്ക്രീനിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി 5D ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഗൈസ്, ഇത് ബാന ഹിൽസിലെ മാക്സിമം നല്ല കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കാണാം, അതായിരിക്കും ബെറ്റർ. ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. ബിക്കോസ് എവിടെ പോകണം, എങ്ങനെ പോകണം, ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ തന്നെ കുറേ വട്ടം പെട്ടുപോയി. സോ അതെല്ലാം ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല, അങ്ങനെ റോ ആയിട്ട് എല്ലാം ഇടാൻ പോവാം. സോ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും.
എങ്ങനെയാണ് പോകേണ്ടത്, എവിടെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും. സോ പ്ലീസ് ചെക്ക് ഔട്ട് ദിസ് ഫുൾ സീരീസ്. ഇത് കാണാം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചാൽ ഇത് എന്തിനാണെന്നുള്ളത്. ഇത് ഇവിടെ നിന്ന് പിടി. ഇതെടി പ്ലേ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാനുള്ളത്. ആ ട്രെയിനിൽ കയറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രേതം പറഞ്ഞത് അങ്ങനെയൊക്കെ ആയിരിക്കും അത് കാണിക്കാനുള്ള പ്ലാൻ. സോ അതിനുള്ള ടൈമിങ് ഇല്ല. ക്യൂ നിന്നിട്ട് ക്യൂ ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറാം. ഗൈസ് നമ്മളിതാ ഇവിടുന്ന് പോവുകയാണ് ഗൈസ്. എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം കിട്ടില്ല. സത്യം സൈഡിൽ കയറാൻ പറ്റില്ല. പിന്നെ വേറെ ഒരു അഡ്വഞ്ചർ അതും പറ്റില്ല. എന്നാൽ നമുക്ക് ഇവിടെ ഒക്കെ അറിയാമല്ലോ, ജസ്റ്റ് ഫോർ ടൈം. ഞാൻ പിന്നെ ഇറങ്ങി. ഗുഡ് ബൈ ബാന ഹിൽസ്. Goodbye. സോ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, വീണ്ടും അവിടെ എത്തി. എൻ്റെ നമ്മളെ ഗൈഡ് താൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ സ്റ്റാർബക്സ്. എന്ത് ഭംഗിക്ക് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഈ ബിൽഡിങ്. എനിക്ക് ഗൈസ് ഇതാണ് ഇവിടുത്തെ സ്റ്റാർബക്സ്, റോസ് ഗാർഡൻ. ഇതൊന്നും കാണാൻ ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ബക്സ് കൊള്ളാം കേട്ടോ, എന്തായാലും നൈസായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പോയില്ലേ ഒരു റൗണ്ട്, അത് മറക്കാൻ പറ്റൂല. വഴി തെറ്റിപ്പോയതാണെങ്കിലും ഇതിലൂടെ അല്ലേ വന്നേ. എവിടെ അനന്യേട്ടാ അവിടെ കാലത്ത് കൂടെ വന്നേ. നമ്മൾ ഇതുവരെയാണ് വന്നത്. ലാസ്റ്റ് നമ്മൾ പെട്ടുപോയിട്ട് വന്ന വഴിയാണ് ഇത്. ഡേഞ്ചറാണ് എടുക്കുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ അതുവരെയൊക്കെയാണ് ലാസ്റ്റ് വന്നത്. എനിക്ക് ചെവി അടയണില്ല. നമ്മളെത്തിയില്ല സാർ. അനസ് ഇത് പിടിയോ, പെട്ടെന്ന് പിടി. എന്തെങ്കിലും മിസ്സായ നോക്കി, എന്തെങ്കിലും മിസ്സായ നോക്കി. താങ്ക് യു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഈ ഒരു സ്ഥലം ബാന ഹിൽസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വർത്ത് ഇറ്റ് മാൻ. പൈസ നോക്കിയിട്ട് കാര്യമില്ല, പൈസ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ എത്രയോ ഗുഹയിലൊക്കെ കയറി, പിന്നെ ഈ വയസ്സായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം ഇപ്പം നിങ്ങൾക്ക് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കണ്ടെന്ന് പറയാം, സേവിങ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. ബട്ട് മാക്സിമം മേക്ക് എങ്ങനെ ഉണ്ടാകാമെന്ന് വെച്ചാൽ രീതി കണ്ടുപിടിച്ചിട്ട് കുറച്ച് സേവ് ചെയ്യുക, ബാക്കി പൈസയ്ക്ക് കുറച്ച് കറങ്ങാം. അതാണ് വേണ്ടത് സത്യം പറയാമല്ലോ. വേണം കറങ്ങിയാതെ നമുക്ക് കറങ്ങിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് വേറെ രാജ്യങ്ങൾ അങ്ങനെയൊക്കെ.
അല്ലാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് ആ വീട്ടിൻ്റെ സ്ഥലം ചുറ്റും മാത്രം കറങ്ങിയിട്ട് കാര്യമില്ല. ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെ വരണം. ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോകണം. എന്നാലേ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു രീതി, ആ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.